ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. കർത്താവിൻ്റെ ഒരു വലിയ സമാധാനത്തിൻ്റെ വർഷമാണ് ഈ ഒരു വർഷം. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഒരു വലിയ സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ നദി പോലെ ഒഴുകുന്ന സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന് ഞാൻ ആദ്യമേ തന്നെ എല്ലാവരോടും ആശംസിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കാരണം നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് ഇന്നത്തെ സന്ദേശം കേൾക്കാനായിട്ടാണല്ലോ. അതുകൊണ്ട് വളരെ ചെറിയ സമയം കൊണ്ട് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കീ സ്പോൺസറാണ് ബാംഗ്ലൂരിൽ നിന്ന് അജിത് ആൻഡ് ദേദിപ്യ ജോൺ ആണ്. താങ്ക് യു. കർത്താവ് രണ്ടുപേരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഫെബ്രുവരി 18 അമേലിയയുടെ ജന്മദിനമാണ് വരാൻ പോകുന്നത്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ അമേലിയ. അതുപോലെ തന്നെ മകൾ അമേലിയയ്ക്ക് ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് കർത്താവ് ഞങ്ങൾ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മകൾ ദൈവ പൈതലായിട്ട് വളരുവാൻ, വിദ്യാഭ്യാസത്തിൽ അനുഗ്രഹിക്കപ്പെടുവാൻ, അജിത്തും ദേദിപ്യയും കർത്താവിൻ്റെ കൃപയിൽ ആയിരിക്കുവാൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തൊരു കോ സ്പോൺസർ ദുബായിൽ നിന്ന് സിസ്റ്റർ ധന്യ. താങ്ക് യു. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. താൻ ജോലി ചെയ്യുന്ന കമ്പനിയിലെ കടഭാരങ്ങൾ മാറുവാൻ, ഉയർച്ച ഉണ്ടാകുവാൻ, പിതാവിന് മാനസാന്തരം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്തവരോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ദയവായി കോൺടാക്ട് ചെയ്താൽ. തുടർന്ന് നമ്മളെല്ലാവരും കാത്തിരുന്ന അതേ സന്ദേശത്തിലേക്കാണ് നമ്മൾ വരാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. എല്ലാവരും സന്തോഷമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ചയിലൊക്കെ പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ, കുടുംബങ്ങളുടെ സ്പെസിഫിക്കായ ചില കാര്യങ്ങൾ എന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉള്ളിൽ എനിക്കറിയാം, പെട്ടെന്ന് എൻ്റെ റിസൾട്ട് എനിക്ക് അറിയാൻ പറ്റുമോ, സാക്ഷ്യം കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്കറിഞ്ഞൂടെ. പക്ഷേ ഗാഡ് ഈസ് ഗിവിങ് യു ലോങ് ലാസ്റ്റിംഗ് ചേഞ്ചസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. ജീവിതത്തിലൊരു വലിയ മാറ്റം, ഒരു രൂപാന്തരം കർത്താവ് പല കുടുംബങ്ങളിലും. അത് പെട്ടെന്ന് എൻ്റെ നടുവേദന മാറി, എൻ്റെ കൈവേദന മാറി എന്ന് പറയുന്ന സാക്ഷ്യം പോലെയല്ല. കർത്താവ് മാറ്റാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും ഇനിയുള്ള തലമുറകളിലേക്കുമാണ്. ഒരുപക്ഷെ അനേക ജനറേഷൻസിലേക്കുള്ള മാറ്റം ദൈവം ഈ ദിവസങ്ങളിൽ നൽകുകയാണ്. ബിക്കോസ് this is the time of favor. Now is the day of salvation. ഇത് സുപ്രസാദകാലമാണ്. ഇത് രക്ഷാ ദിവസമാണ്. ഈ രക്ഷാ ദിവസത്തിൽ രക്ഷിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ ഏത് ദിവസത്തിൽ രക്ഷിക്കപ്പെടും? ഒരു കാര്യം കൂടി ഓർക്കണം, ഇന്ന് രക്ഷാ ദിവസമാണെങ്കിൽ ഒരു ശിക്ഷാ ദിവസം വരുന്നുണ്ട്. എഴുതി വെക്ക്, ലൈഫ് ചാറ്റിലുണ്ട്. ഇത് രക്ഷാ ദിവസമാണെങ്കിൽ ഒരു ശിക്ഷാ ദിവസം വരുന്നുണ്ട്. എഴുത്, നോട്ട്ബുക്കിൽ എഴുത്, ടൈപ്പ് ചെയ്യുക, എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ഇത് സുപ്രസാദകാലമാണെങ്കിൽ സുപ്രസാദകാലമല്ലാത്ത ന്യായവിധിയുടെയും ശിക്ഷാവിധിയുടെയും നാളുകൾ വരുന്നുണ്ട് എന്നതുപോലെയല്ല. ഈ കൃപയുടെ കാലഘട്ടത്തിന് ഒരു തിരശീല വീഴുന്നൊരു ദിവസം വരുന്നുണ്ട്. ഇന്ന് ഈ ഭൂമിയിൽ ഏത് രാജ്യത്തിലുള്ളവർക്കും ഏത് സമയത്തും 24/7, ഇന്ന് ഉദാഹരണത്തിന് ഒരു ദിവസം വെളുപ്പിന് 2:40 എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ പാപിയാണ്, എന്നെ രക്ഷിക്കണേ. ആ നിമിഷം രക്ഷയാണ്. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ പറഞ്ഞിട്ടുള്ളത്, ഉടനടി മറുപടിയുള്ള ഒറ്റ പ്രാർത്ഥനയുള്ളൂ. എന്താണത്? രക്ഷയ്ക്ക് വേണ്ടിയുള്ളൊരു പാപിയുടെ പ്രാർത്ഥന. എന്നെ രക്ഷിക്കണമേ, ഞാൻ പാപിയാണ്, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ. ഇന്നു മുതൽ യേശുവിനായി ഞാൻ ജീവിക്കും. യേശു എൻ്റെ കർത്താവാണ്, എൻ്റെ രക്ഷകനാണ്, ഞാൻ വിശ്വസിക്കുന്നു. യേശു എനിക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരാൾ പറയുന്ന ഏത് സമയത്തായാലും, ആ സമയത്താകാം ഹോസ്പിറ്റൽ ബെഡിൽ കിടന്നുകൊണ്ടായിരിക്കാം, ഒരു ജയിലിൽ കിടന്നുകൊണ്ടായിരിക്കാം, ഒരാൾ കുറ്റവാളിയായ അവസാനം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുസരിച്ച് അയാളെ തൂക്കിലേറ്റാൻ വിധിച്ചു. തൂക്കിലേക്ക് അയാളെ കൊണ്ടുപോവുകയാണ്. കയറിട്ട് അടിയിൽ നിന്നും പലക തട്ടുന്നതിന് തൊട്ട് മുമ്പ് അയാൾ പ്രാർത്ഥിക്കുകയാണ്, എൻ്റെ ജീവിതം മുഴുവൻ ഞാൻ നശിപ്പിച്ചു, എന്നെ രക്ഷിക്കണമേ യേശുവേ, നീ എൻ്റെ രക്ഷകൻ എന്ന് പറഞ്ഞാൽ അയാൾ രക്ഷിക്കപ്പെടും. തെളിവുണ്ടോ? തെളിവുണ്ട്. ക്രൂശിൽ കിടന്ന കള്ളൻ ജീവിതം മുഴുവൻ നശിപ്പിച്ചതല്ലേ. ഒരു നന്മ പോലും ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല.
ഒരിക്കൽ പോലും സമൂഹത്തിനോ വീടിനോ ഒന്നും നന്മ ചെയ്യാൻ സാധ്യമല്ല. വലിയെന്തോ കാര്യങ്ങളൊക്കെ ചെയ്ത ക്രിമിനലാ. പക്ഷെ ഒന്ന് ക്രൂശിലേക്ക് തിരിഞ്ഞ് നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞപ്പോൾ, ഇന്ന് നീ എന്നോടുകൂടെ പരദീസയിൽ ഇരിക്കുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ. സോ വാട്ട്? ദൈവത്തിന് ആരെയും രക്ഷിക്കാൻ കഴിയും. അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് രക്ഷ പ്രാപിക്കാം, സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം, തിരിച്ചറിവ് ഒന്നാർക്കും രക്ഷ പ്രാപിക്കാം, മരണാസന്നയായി കിടക്കുന്നവർക്ക് രക്ഷ പ്രാപിക്കാം. ആയുസിൻ്റെ ഏത് സ്പെക്ട്രം എടുത്താലും ഏത് പോയിന്റിലും ആർക്കും രക്ഷ പ്രാപിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. എന്നിട്ടും ഈ രക്ഷ സ്വീകരിച്ചില്ലെങ്കിലാണ് ഞാൻ പറഞ്ഞ ശിക്ഷാ ദിവസം വരുന്നുണ്ട്, ശിക്ഷാ വിധി വരുന്നുണ്ട്. There is a condemnation coming. റോമാലേഖനം 8-1 പറയുന്നത്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല. തിരിച്ചൊന്ന് ചിന്തിച്ച്, ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് സകല ശിക്ഷാവിധിയും കിടക്കുക. ഇപ്പോൾ ഒരുപോലെ ഒരൊറ്റ വാർഡിലായിരിക്കും എല്ലാവരും ജീവിക്കുന്നത്. എല്ലാവരും കൂടി ചേർന്ന് കഥകളും കലകളും പലതുമൊക്കെ പ്രാക്ടീസ് ചെയ്ത് എല്ലാവരും കൂടി കളിച്ച് ചിരിച്ച് അയൽക്കൂട്ടങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിച്ചിരിക്കുകയായിരിക്കും. അതിൽ 2 പേർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവർക്ക് മാത്രമേ ശിക്ഷാവിധി ഇല്ലാതുള്ളൂ. ബാക്കിയുള്ള എല്ലാവരും ശിക്ഷാവിധിയിൽ അകപ്പെടും. ദൈവത്തിൻ്റെ മുഖപക്ഷമുണ്ടോ? ഇല്ല. കാരണം ദിസ് ഇസ് ഫ്രീ. ഈ രക്ഷ സൗജന്യമല്ലേ? ആർക്ക് വേണമെങ്കിലും എടുത്തൂടെ? എന്തുകൊണ്ട് നിങ്ങൾ എടുത്തില്ല? എന്തുകൊണ്ട് സുവിശേഷകൻ വീട്ടിൽ വന്നപ്പോൾ കയറ്റിയില്ല? എന്തുകൊണ്ട് ഈ സുവിശേഷം പ്രസംഗിക്കുന്ന ചാനലുകൾ വന്നപ്പോൾ ഫ്ലിപ്പ് ചെയ്ത് മാറ്റിക്കളഞ്ഞു? എന്തുകൊണ്ട് അങ്ങനെയുള്ളവരെ പരിഹസിച്ചു? നിനക്ക് സൗജന്യമായി നിത്യമായ ജീവിതം തരാൻ വേണ്ടിയല്ലേ അവർ വന്നത്? മതം മാറ്റാനല്ലല്ലോ അവർ വന്നത്. സൗജന്യമായി കർത്താവിൻ്റെ ആ ഒരു രക്ഷ ഫ്രീ ആയി തന്ന ജീവിതകാലം മുഴുവൻ വ്യത്യാസപ്പെടുത്തുന്ന ശക്തിയുമായിട്ടല്ലേ വന്നത്. റോമാലേഖനം 1:16 പറയുന്നത് എന്താണ്? സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. അത് രക്ഷിക്കപ്പെടുവാൻ, ഏവർക്കും രക്ഷിക്കപ്പെടുവാനുള്ള ദൈവശക്തിയാകുന്നു. ഇറ്റ് ഈസ് ദ പവർ അൺടു സാൽവേഷൻ ഫോർ എനിവൺ ഹു ബിലീവ്സ്. വിശ്വസിക്കുന്ന ഏവർക്കും രക്ഷിക്കപ്പെടുവാനുള്ള ദൈവശക്തിയാണത്. ദ ഗോസ്പൽ ഈസ് പവർ. ഒന്ന് ലൈവ് ചാറ്റിൽ 1000 പേര് 1000 പ്രാവശ്യം ടൈപ്പ് ചെയ്തൊന്നിടാമോ? സുവിശേഷം ശക്തിയാണ്. There is power in the gospel. സുവിശേഷത്തിൽ ശക്തിയുണ്ട്. ടൈപ്പ് ചെയ്യുക, ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക, ട്വീറ്റ് ചെയ്യുക, എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിടുക, സ്റ്റേറ്റസ് ആയിട്ടിടുക, എവിടെയെങ്കിലൊക്കെ കൊണ്ടുപോയിടുക, എല്ലാവരും അറിയട്ടെ. There is power in the gospel to save anyone who believes. വിശ്വസിക്കുന്ന ആരെയും രക്ഷിക്കുവാനുള്ള ശക്തി സുവിശേഷത്തിനകത്തുണ്ട്. ഓക്കെ, എന്തൊക്കെയാ പറയുന്നത്? സത്യം പറഞ്ഞ് എനിക്ക് അറിഞ്ഞൂടെ. എൻ്റെ ഹൃദയം ഇങ്ങനെ നിറഞ്ഞു വരികയാണ്. എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു എന്നൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ആയിരിക്കാം ദാവീദ് ഉദ്ദേശിച്ച്, എനിക്ക് അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് ഓവർഫ്ലോയിങ് നൗ. ഒക്കെ ഞാൻ പറഞ്ഞു വരുന്നത്, ഏത് വ്യക്തിക്കും ഏത് കുടുംബത്തിനും ഈ ദിവസങ്ങളിൽ രക്ഷ പ്രാപിക്കുവാനുള്ള വാതിൽ തുറന്നു കിടക്കുകയാണ്. ആർക്കും മീൻസ് ആർക്കും. സാമ്പത്തിക നിലവാരം നോക്കണ്ട, സോഷ്യൽ സ്റ്റേറ്റസ് നോക്കണ്ട, താണവനാണോ ഉയർന്നവനാണോ, ജാതീയത മതമേത, സ്ത്രീയാണോ പുരുഷനാണോ, പ്രായം ചെന്നവനാണോ പ്രായം കുറഞ്ഞവനാണോ, ഒന്നും ഒരു വിഷയമല്ല. വിദ്യാഭ്യാസം നോക്കുന്നില്ല, യോഗ്യതകൾ നോക്കുന്നില്ല, പാടാനുള്ള കഴിവുണ്ടോ, പ്രസംഗിക്കാനുള്ള കഴിവുണ്ടോ, ഇതൊന്നും ഒരു വിഷയമല്ല. ഏത് മനുഷ്യനും രക്ഷ പ്രാപിക്കുവാനുള്ള ശക്തിയാണ് സുവിശേഷം. എനിക്കൊരു ആഗ്രഹമുണ്ട്, ഇത് കേരളത്തിലെ എല്ലാ വീടുകളിലും, ഇന്ത്യയിലെ എല്ലാ വീടുകളിലും, ലോകത്തിലെ എല്ലാ വീടുകളിലും ഈ ന്യൂസ് ഒന്ന് കൊണ്ടുപോയി എത്തിക്കണോ? നിങ്ങൾ സഹകരിക്കുമോ? നിങ്ങൾ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറാൻ കഴിയുമ്പോൾ നമുക്ക് ഒരുമിച്ചങ്ങ് നിന്നാൽ, ഒരുവനായിരത്തെ 20,000 എന്നൊരു പ്രിൻസിപ്പിളുണ്ട്. ഒരാൾ 1000 കൈകാര്യം ചെയ്യുമ്പോൾ 2 പേർ ചെല്ലുമ്പോൾ 2000 അല്ല, 4000 അല്ല, 6000 അല്ല, 8000 അല്ല, 10,000 എന്ന് വെച്ചാൽ അത്രത്തോളം ആംപ്ലിഫിക്കേഷൻ നടക്കും ഒരുമിച്ച് നിൽക്കുമ്പോൾ. എനർജി പ്ലസ് എനർജി സിനർജി, അതിഭയങ്കരമായ ഒന്നാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. വാവ്. അതുകൊണ്ട് ബ്ലെസ്സിങ് ടുഡേക്ക് ഒത്തിരി പാർട്ട്നേഴ്സിന് ആവശ്യമുണ്ട്. ഈ നാളുകളിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡുകൾ സ്പോൺസർ ചെയ്യുന്നത് മാത്രമല്ല, ചാനൽ പാർട്ട്ണറായി മാറാം, മിഷൻ പാർട്ട്ണറായി നിങ്ങൾക്ക് മാറാം.
കാരണം നോർത്ത് ഇന്ത്യയിലും ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്കൊക്കെ ടീമുകൾ പലതായി പോകുന്ന നാളുകളാണ്. യു ക്യാൻ സപ്പോർട്ട് ദ മിഷൻസ്, യു ക്യാൻ സപ്പോർട്ട് ദ പ്രോജക്ട്സ്. പല പല പ്രോജക്റ്റുകൾ നമുക്കുണ്ട്. ഇതിലെല്ലാം ദൈവം എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ കർത്താവ് ദിവസങ്ങൾ ചെയ്യാൻ പോകും. എൻ്റെ ഉള്ളു പറയുന്നു, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിൽ അതുപോലെ ഇൻസ്പയർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. യു ആർ വാണ്ടഡ്. നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്, കർത്താവിന് നിങ്ങളെ ആവശ്യമുണ്ട്. ഇവിടെ നോക്ക്, എൻ്റെ കണ്ണിലേക്ക് നിങ്ങളോടാ പറയും, അപ്പുറത്തെ വീട്ടിലെ ആളോടല്ല പറയും, നിങ്ങളെ യേശുവിന് ആവശ്യമുണ്ട്. സോ എല്ലാവർക്കുമുള്ള ഈ സദ്വർത്തമാനം, ഈ സുവിശേഷം, സമാധാനത്തിൻ്റെ സുവിശേഷം, കൃപയുടെ സുവിശേഷം, ശക്തിയുടെ സുവിശേഷം എല്ലായിടത്തും എത്തിക്കേണ്ട ഒരു വലിയ ദൗത്യത്തിലേക്ക് നമ്മൾ ഈ നാളുകളിൽ പ്രവേശിക്കാൻ പോവുകയാണ്. ഒരു വചനം എനിക്കൊന്ന് വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ദിസ് ഈസ് വെരി 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 പവർഫുൾ. റോമാലേഖനം 16:20 വചനമാണ്. Romans 16:20. The God of peace will soon crush Satan under your feet. The grace of our Lord Jesus be with you. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. ഒരു കൈയടിച്ചേ. ഹല്ലേലൂയ. ഇതൊരു വലിയ സംഭവമല്ലേ? ഈ വിശ്വാസത്തിൽ ഉറയ്ക്കാത്ത സമയങ്ങൾ, അല്ലെങ്കിൽ സാത്താൻ ആരാണ്, സാത്താൻ്റെ അധികാരം എന്താണ്, നമ്മുടെ അധികാരം എന്താണെന്നൊക്കെ തിരിച്ചറിയാത്ത സമയങ്ങളിൽ പലപ്പോഴും സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങളിലും പിന്നെ ഈ ഓലപ്പാമ്പിനെയൊക്കെ കാണിച്ചുകൊണ്ട് പേടിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ നമ്മൾ വിധേയപ്പെട്ടു പോവും, ഭയപ്പെട്ടു പോവും, സ്കേഡാവും, വിറയ്ക്കും. പക്ഷേ വചനം നന്നായി പഠിച്ചു വരുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ദൈവം കഴിഞ്ഞാൽ രണ്ടാം സ്ഥാനം ദൈവം കൊടുത്തിരിക്കുന്നത് മനുഷ്യർക്കാണ്. അതിൻ്റെ കാരണം ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട വേറൊരു സൃഷ്ടിയില്ല. ദൂതന്മാർക്കതില്ല. ദൂതഗണത്തിൽ പെട്ടവനായിരുന്നു സാത്താൻ ഒരിക്കൽ, ലൂസിഫർ. എന്നാൽ ഇന്ന് വീണുപോയ ദൂതന്മാരുടെ കൂട്ടത്തിലാണ് അവൻ. എന്ന് വെച്ചാൽ അവനെല്ലാം നഷ്ടപ്പെട്ടു. അവനെ സ്വർഗത്തിൽ നിന്ന് ഡിസ്കാർഡ് ചെയ്തതാണ്, അവനവിടുന്ന് പുറത്താക്കിയതാണ്. എന്നാൽ ഇവിടെ ട്രിക്കുകളിലൂടെയാണ് സാത്താൻ പലരെയും താൻ വലിയ ശക്തിയുള്ളതാണെന്നും അലറുന്ന സിംഹം പോലെയൊക്കെ വന്ന് അലറി ഭയപ്പെടുത്തി ചിലരെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എക്സാം ബ്ലെസ്സിംഗ് പ്രയർ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അനുഗ്രഹ പ്രാർത്ഥന ഫെബ്രുവരി 18 ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചുകളിലും വെച്ച് നടക്കുകയാണ്. ബ്രദർ ഡാമിയൻ എല്ലാ വിദ്യാർത്ഥികൾക്കായും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ നിങ്ങൾ അന്ന് ജോയിൻ ചെയ്യുക. 1 പത്രോസ് 4:8 തോന്നുന്നു, അത് 5:8. അവിടെ പറയുന്നൊരു കാര്യം ഇതാണ്: സാത്താൻ അലറുന്ന സിംഹം എന്നതുപോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് ഇങ്ങനെ നോക്കി ചുറ്റി നടക്കുന്നു. അത് കാണുമ്പോൾ തന്നെ ചിലർക്ക് അയ്യോ സാത്താൻ അലറുന്ന സിംഹം പോലെ വരുന്നു, പോലെന്നേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. അവിടെ ഒരു ട്രിക്ക് കൂടിയുണ്ട്. സിംഹം അലറുമ്പോൾ സാധാരണ സംഭവിക്കുന്നത് ഒരു വലിയ കൂട്ടമാണെങ്കിൽ, ഒരു വലിയ കൂട്ടം മൃഗങ്ങൾ നിൽക്കുക, ആ സമയത്ത് വേണമെങ്കിൽ ഈ സിംഹത്തിന് ഓടിച്ചെന്ന് വർണ്ണത്തിനെ പിടിച്ചാൽ മതി. പക്ഷെ അങ്ങനെയല്ല പിടിക്കുന്നത്. സിംഹം ആദ്യം അങ്ങ് അലറും, ഭയങ്കരമായി അലറുമ്പോൾ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ സിംഹം അലറുന്ന ശബ്ദം ഫ്ലൈറ്റിൻ്റെ അകത്ത് വരെ ചില സമയത്ത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് താഴെ ഏതെങ്കിലും സൂയിലോ അല്ലെങ്കിൽ കാട്ടിലോ സിംഹം ഗർജിക്കുന്ന സമയത്ത് അതിൻ്റെ ശബ്ദം നിരവധി 100 അടി ഉയരത്തിൽ പറക്കുന്ന ഫ്ലൈറ്റിൻ്റെ അകത്ത് കേട്ടതായി റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത്രയ്ക്ക് ദൂരേക്ക് ഇതിങ്ങനെ പോകും. സിംഹം അലറുമ്പോൾ തന്നെ കൂട്ടമായി നിൽക്കുന്ന മൃഗങ്ങളെല്ലാം കൂടി ചിതറി ഓടും. ആ ചിതറി ഓടുന്നതിൽ ഒറ്റപ്പെട്ട ഒരെണ്ണത്തിനെ നോക്കി വെച്ചിട്ട് അതിനെയാണ് പിടിക്കുന്നത്. ഇവിടെയാണ് പറയുന്നത് കൂട്ടായ്മ വേണം, ഫെലോഷിപ്പ് വേണം. കൂട്ടമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ ഒരെണ്ണത്തെ പോലും പിടിക്കില്ല. കൂട്ടായ്മ വിട്ട് ഓൺലൈൻ മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് വീട്ടിലിരിക്കുകയും കൂട്ടായ്മയുടെ ആ ഒരു കെട്ടുറപ്പ് ഇല്ലാതെ പോവുകയും ചെയ്യുന്ന ചിലര് അവർ പോലും അറിയാതെ പതുക്കെ സാത്താൻ്റെ പിടിയിലാവും. ചില അഡിക്ഷൻസിലേക്ക്, പാവപ്രവൃത്തികളിലേക്ക്, അവിശ്വാസത്തിലേക്ക് ഒക്കെ പതുക്കെ പോയി അവർ തീർന്നു പോകും.
ഇത് വരാതിരിക്കാനാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ഒരു വാഗ്ദത്തം കിടപ്പുണ്ട്. എന്താണ് വാഗ്ദത്തം? ദ ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ദൈവം. എല്ലാവരും ഒന്ന് പറഞ്ഞേ, ലൈഫ് ചാറ്റിൽ 100 പ്രാവശ്യം ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ദ ഗോഡ് ഓഫ് പീസ്, സമാധാനത്തിൻ്റെ ദൈവം അടിക്കേ, എഴുത്, നോട്ട് ബുക്കിൽ എഴുത്, ഇമ്പോസിഷൻ എഴുതുന്ന പോലെ എഴുതിക്കോ. സമാധാനത്തിൻ്റെ ദൈവം. എന്ത് ദൈവം? സമാധാനത്തിൻ്റെ ദൈവം, സമാധാനം നൽകുന്ന ദൈവം. വിൽ സൂൺ ക്രഷ് Satan under your feet. ഒരിക്കൽ സാത്താൻ്റെ തല യേശു കർത്താവ് ക്രഷ് ചെയ്തതാണ്. എന്നാൽ അത് കൂടാതെ യേശുവിൽ വിശ്വസിക്കുന്ന ഓരോ വിശ്വാസിയുടെയും ഇങ്ങനെ പറയണ്ട, ഷൂസിൻ്റെ കീഴിൽ, ചെരുപ്പിൻ്റെ കീഴിൽ സാത്താനെ ഒന്ന് ക്രഷ് ചെയ്യാൻ കൂടെ ദൈവം തീരുമാനമായിരിക്കും. കർത്താവ് ആദ്യം ചെയ്തു, പോരെന്നാ പറയും. പോരാ. നമ്മളെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി പ്രാവശ്യം കളിപ്പിക്കുകയും ഭയങ്കരമായി വേദനിപ്പിക്കുകയും ടോർമെന്റ് ചെയ്യുകയൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തെങ്കിൽ നിന്റെ കാലിൻ്റെ കീഴിൽ തന്നെ അവനെ ഒന്ന് ചതക്കണം, ഇഞ്ചപ്പരുവാക്കണമെന്ന് ദൈവം തീരുമാനിച്ചിരിക്കുന്നു. എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുക. എനിക്ക് എഴുന്നേക്കാൻ പറ്റില്ല, ഞാൻ ക്യാമറയിൽ നിന്ന് പുറത്തു പോകും. അത്രയ്ക്ക് ഭയങ്കരമായ ചില കാര്യങ്ങളൊക്കെ കർത്താവ് കണ്ടുവച്ചിരിക്കുന്നത്. അതിനുശേഷം പറയാം, ദ ഗ്രേസ് ഓഫ് അവർ ലോർഡ് ജീസസ് ബി വിത്ത് യു. കർത്താവിൻ്റെ കൃപ നിങ്ങളോട്, കർത്താവ് യേശുവിൻ്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കണം. ഈ കൃപ വന്ന് അവൻ്റെ ദയ എന്നെ ചുറ്റിക്കൊള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അവൻ്റെ ദയ എൻകംപാസ് ചെയ്യും, എൻവലപ്പ് ചെയ്യും. അതുപോലെ കൃപ വന്നങ്ങ് പൊതിഞ്ഞ് റാപ്പ് ചെയ്യും ദൈവമക്കളെ. ഓ ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൻ്റെ ശക്തി എന്താണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുകയാണ്. ഈ ദൈവവചനം എന്ന് പറയുന്നത് ഇരുവായി തലയുള്ള വാളാണെന്നല്ല എഴുതിയിരിക്കുന്നത്, ഡബിൾ എഡ്ജ്ഡ് സ്വോർഡ്. എന്ന് വെച്ചാൽ അത് കയറ്റി വിട്ടാൽ രണ്ടും കൊണ്ട് മുറിച്ചും കയറി പൊക്കോളും. ഇങ്ങനെ അറിയാം, ഇങ്ങനെ അറിയാം, ഇങ്ങനെ കുത്താം. ഏത് രീതിയിലായാലും അതിൻ്റെ ഒരു പെനിട്രേഷൻ പവർ അതിനുണ്ട്. അരിഞ്ഞു വീഴ്ത്താൻ, മുറിക്കാൻ, കട്ട് ചെയ്യാൻ ഉള്ളൊരു ശക്തി ദൈവത്തിൻ്റെ വചനത്തിന് ഉണ്ട്. അതുകൊണ്ട് ആ ദൈവവചനം കൊണ്ട് കർത്താവ് നിന്റെ കയ്യിൽ തന്നെ ആ വചനം തന്ന്, ആ വചനം സംസാരിക്കുമ്പോൾ, ആ വചനം വിളിച്ചു പറയുമ്പോൾ അസാധാരണമായ ചില കാര്യങ്ങളാണ് ചുറ്റിലും നടക്കാൻ പോകുന്നത്. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഞാൻ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. ഞാൻ ഈ മോർണിംഗ് ഗ്ലോറി ചില മിനിറ്റുകൾ കൊണ്ട് തീരുമല്ലോ. തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ നേരെ അങ്ങ് മുറിയിലേക്ക് കയറി വാതിൽ അടച്ച് ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ്, ഒറ്റയ്ക്ക് മതി, വേറെ ആരും വേണ്ട, ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് അങ്ങ് ചെയ്തു. വീട്ടുകാരും എല്ലാവരും ഉണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് ചെയ്തു, ഒരുമിച്ച് ചെയ്തു. പക്ഷേ ഒരു പ്രൈസ് ആൻഡ് വർഷിപ്പ് അങ്ങ് നടത്തിയേക്കണം, കർത്താവിനെ അങ്ങ് സ്തുതിച്ചേക്കണം. കാരണം നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷമുണ്ട്. ഒരു ഭയങ്കര സംഭവമാണ്, ഒരു ഘോഷമാണ്. ജയത്തിൻ്റെ ഘോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഒരു യുദ്ധമൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒന്നും വേണ്ടല്ലോ, ഒരു ഫുട്ബോൾ കളിയിൽ ഒരു ടീം, നമ്മൾ ഇഷ്ടപ്പെട്ട ടീം ജയിച്ചു കഴിഞ്ഞാലുള്ള കാര്യം ഓർമ്മയുണ്ടോ? എന്നായിരിക്കും അവിടുത്തെ സെലിബ്രേഷൻ. സോ ഘോഷം എന്നുദ്ദേശിക്കുന്നത് ദ വോയിസ് ഓഫ് വിക്ടറിയാണ്, ദ വോയിസ് ഓഫ് സെലിബ്രേഷനാണ്. ജയത്തിൻ്റെ ശബ്ദം, ജയത്തിൻ്റെ ഘോഷസ്വരം എന്ന് വെച്ചാൽ എല്ലാവരും കൂടെ ആർപ്പിട്ട് ആഹ്ലാദിക്കുന്ന ആ ശബ്ദം എവിടെ ഉണ്ടെന്ന്? ഫുട്ബോൾ സ്റ്റേഡിയത്തിലുണ്ട്, ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലുണ്ടെന്ന്, അല്ലെങ്കിൽ ഫിഫ വരുമ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. നീതിമാന്റെ കൂടാരത്തിൽ, അഥവാ ദൈവമക്കളുടെ വീട്ടിലുണ്ടാവും. ദൈവമക്കൾ പലരുടെയും വീട്ടിൽ കരച്ചിലും കണ്ണുനീരും പെറുപെറുപ്പും, കർത്താവേ രക്ഷിക്കണേ, ഇതുപോലെ ഒരു ബലഹീന ജാതി എന്ന രീതിയിൽ പരുവത്തിൽ ജീവിക്കുന്നവരാണ് പല വിശ്വാസികളും. എഴുന്നേൽക്കുന്നേ, ഇന്ന് ആ പരിപാടിയൊക്കെ നിർത്ത്, ആ മനോഭാവം മാറ്റ. നിന്റെ കാൽ കീഴ് സാത്താനെ ചതച്ച് ഇഞ്ചപ്പരുവമാക്കാൻ സ്വർഗത്തിലെ ദൈവം ഉത്തരവിട്ടിരിക്കുന്നു. അത് ഞാനിന്ന് വിളംബരം ചെയ്യുകയാണ്. വിശ്വസിക്കാമോ? ഏറ്റെടുക്കാമോ? എവിടെ നീ മുതലക്കൂപ്പ് കുത്തി, എവിടെ നീ തോറ്റ തുന്നം പാടി, എവിടെ നീ തോറ്റു തൊപ്പിയിട്ടു,
എവിടെ നീ പരാജയം സമ്മതിച്ചു, എവിടെ നീ പോപ്പരായി പ്രഖ്യാപിക്കപ്പെട്ടു, ആ സ്ഥാനത്ത് വീണ്ടെടുപ്പുകാരന ദൈവം എഴുന്നേറ്റ് നിന്നെ മാനിക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. മാനിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആർക്കും അത് മാറ്റാൻ സാധ്യമല്ല. വിശ്വസിക്കാമെങ്കിൽ കൈകളടിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു. ഞാനിത് പറയുന്ന സമയത്ത് തന്നെ ചില ശരീരങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി ഇറങ്ങി പ്രവർത്തിച്ച ചില കെട്ടുകൾ പൊട്ടിച്ച്, ചില ബന്ധനങ്ങളെ അഴിച്ച്, ചില ചങ്ങലകളെ ഉടച്ച്, അതുപോലെ ചില നുകങ്ങളെ തകർത്ത് ചിലരെ വിടുവിക്കുകയാണ്. ഞാൻ ഈ പറയുന്ന എവ്രി വേർഡ് ഈസ് കോട്ടഡ് ബൈ അനോയിൻറ്റിങ്. അഭിഷേകത്താൽ കോട്ട് ചെയ്യപ്പെട്ട, എന്ന് വെച്ചാൽ ഷുഗർ കോട്ട് ചെയ്യുന്നത് പോലെ, ശർക്കര പുരട്ടുന്നത് പോലെ അഭിഷേകത്തിൻ്റെ എണ്ണ പുരട്ടിയ ചില ദൂതുകളും പ്രവചന ശബ്ദങ്ങളുമാണ് നിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അത് നിൻ്റെ മേൽ വീഴുമ്പോൾ അഭിഷേകത്തിൻ്റെ ഒരു 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 പുരളൽ നിൻ്റെ മേലും ഉണ്ടാകും. വിഷണ മനസ്സ് മാറിപ്പോകും. ഒരു കുതിച്ചെഴുന്നേൽപ്പ് എന്ന് വെച്ചാൽ ഒരു വയ്യാത്ത ബലഹീനനായ ഒരാൾ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള 2 പേര് കയ്യിലും കാലിലും ഒക്കെ ഒന്ന് പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ നടത്തുന്നത് പോലെയല്ല, ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കുതിച്ചെഴുന്നേറ്റ് ഓടുന്നൊരു കുതിപ്പ് കർത്താവ് ചിലരുടെ കുതികാലിൽ തരികയാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഞാൻ കാണുന്ന ഇങ്ങനെ ഈ സപ്രസ്ഡ് ആയിട്ട് അകത്തിങ്ങനെ പലതും വന്ന് കൂടിക്കൂടി ലെയറായി ഒന്നിനു പുറകെ ഒന്നായി പ്രശ്നങ്ങൾ ഇങ്ങനെ അനുഭവിച്ച് ചില സ്ത്രീകളൊക്കെ, ആ സ്ത്രീകൾ മാത്രമല്ല, ചില ചെറുപ്പക്കാരായ പിള്ളേർ പോലും ഇങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുന്ന, ഒന്നും വർക്കൗട്ട് ആകുന്നില്ല, എവിടെ എന്തൊക്കെ ശ്രമിച്ചിട്ടും ഒരു ബ്രേക്ക് ത്രൂ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിലരെ ഏലിയാവിൻ്റെ അടുത്തൊരു ദൂതൻ വന്ന് അവനെ എഴുന്നേക്കെ, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്, സ്റ്റാൻഡ് അപ്പ് എന്ന് പറഞ്ഞതുപോലെ പത്രോസ് പല കാവൽക്കാരുടെ നടുവിൽ കിടന്ന് കൂർക്കം ചുറങ്ങുമ്പോൾ അവന്റെ വിലാപ്പുറത്ത് ഹിയർ ഗെറ്റ് അപ്പ് എന്ന് ദൂതൻ പറഞ്ഞതുപോലെ ഇന്ന് പരിശുദ്ധാത്മാവ് ടാപ്പ് ചെയ്യുകയാണ് നിന്റെ ഷോൾഡറിൽ, നിന്റെ സൈഡിൽ, നെഞ്ചത്തടിച്ച് പറയുകയാണ്, ഏതൊക്കെ എഴുന്നേൽക്കുക, ഇവിടെ തളർന്ന് കിടക്കാനല്ല നിനക്കുള്ള നിയോഗം. ഞാൻ അടുത്ത ദിവസം സംസാരിക്കുന്നുണ്ട്. ഒരു വലിയ പർവ്വതത്തിന്റെ മുകളിൽ കയറി പാട്ട് പാടാനാണ് നിന്റെ വിളി. അതൊന്ന് ലൈവ് ചാറ്റിലിട്. കുഴിയിൽ കിടക്കാനല്ല, പർവ്വതത്തിന്റെ മുകളിൽ കയറി പാട്ട് പാടാനാണ് എൻ്റെ നിയോഗം. അതിനെക്കുറിച്ച് ഞാൻ ഒരു ദിവസം സംസാരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ അത് വരും. കുഴിയിൽ കിടക്കാനല്ല, പർവ്വതത്തിന്റെ മുകളിൽ കയറി പാട്ട് പാടാനാണ് എൻ്റെ വിളി. പറ, പല പ്രാവശ്യം ലൈവ് ചാറ്റിലിട്. ഒരേ ആൾ തന്നെ പല പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്. ഒത്തിരി പേര് കാണട്ടെ. കമന്റ് സെക്ഷനിലും ഇടണം, ലൈവ് ചാറ്റിലും ഇടണം. ടി വിയിൽ കാണുന്നവർ പുസ്തകത്തിൽ എഴുതി വെക്കുക, വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് ഒത്തിരി പേർക്ക് അയച്ചു കൊടുക്കുക. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. ഞാൻ വീണ്ടും പറയുകയാണ്, ഇന്നത്തെ ഈ എല്ലാ ദിവസവും പറയുന്ന കാര്യം ഞാൻ ഇന്നും പറയുകയാണ്. ഇന്നത്തെ ഈ മോർണിംഗ് ഗ്ലോറിയുടെ ലിങ്ക് ഇത് കഴിഞ്ഞാൽ ഉടൻ തന്നെ എത്ര പേരുടെ കോണ്ടാക്ട് ഉണ്ട് അവർക്കെല്ലാം അയച്ചു കൊടുത്തേക്കണം. ഏതെല്ലാം വാട്സാപ്പ് ഗ്രൂപ്പിലുണ്ട് അവിടുത്തെ അയച്ചു കൊടുത്തേക്കണം. മാത്രമല്ല എൻ്റെ ലിങ്ക് എടുത്ത് നേരെ വാട്സാപ്പ് സ്റ്റേറ്റസിലും ഇട്ട് വെക്കും. ഒത്തിരി പേര് കാണട്ടെ. ഒത്തിരി പേര് എന്തിനാ പിശുക്കുന്നത്, എന്തിനാ സ്വാർത്ഥത? കുശുമ്പുള്ളവരാരും ഇത് ചെയ്യരുത്. ഞാനീ പറഞ്ഞ കാര്യം അസൂയയും കുശുമ്പുള്ളവരാരും ചെയ്യരുത്. വേറൊരാൾ നന്നാവുമല്ലോ. ഞാൻ മോർണിംഗ് ഗ്ലോറി ഉണ്ട്, ഞാൻ ദൈവജനം കണ്ട്, ഞാൻ മാത്രം അനുഗ്രഹിക്കപ്പെട്ടോളാം എന്ന് പറയുന്ന ആമയുടെ സ്വഭാവമുള്ളവർ എനിക്കും എൻ്റെ മക്കൾക്കും എന്ന് പറഞ്ഞുകൊണ്ട് അകത്തോട്ട് വലിക്കുന്ന പരിപാടിയുള്ളവർ ആരും ഇത് ചെയ്യണ്ട. 10 പേര് വിടുവിക്കപ്പെട്ടോട്ടെ എന്ന് കുശുമ്പില്ലാതെ സ്വാർത്ഥതയില്ലാതെ ചിന്തിക്കാൻ കഴിയുന്നവരെല്ലാം ഞാൻ ഈ പറഞ്ഞു ചെയ്യണം. ഇല്ലെങ്കിൽ എനിക്ക് എന്തൊക്കെ മെത്തേഡ് ഇപ്പോൾ ഉണ്ടെന്നൊന്നും അറിഞ്ഞുകൂടാ. സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു പക്ഷേ വിദഗ്ധരായിരിക്കും, അതിലെല്ലാം അങ്ങ് ചെയ്തോ. ഇതിൻ്റെ ക്ലിപ്പിങ്സ് എടുത്തൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുക. ആര് കണ്ടു ഒരാൾ ആത്മഹത്യയിൽ നിന്ന് പിടിക്കുക? ആര് കണ്ടു ഒരാളെ എനർജൈസ് ചെയ്യില്ലെന്ന്? ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഞാൻ ബ്ലെസ്സിംഗ് ടുഡേ പല പുസ്തകങ്ങളോട് വെച്ചിട്ട് എനിക്ക് പറയാൻ സമയം കിട്ടുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഓരോന്നായിട്ട് ചിലതൊക്കെ എനിക്ക് പറയാനുണ്ട്. എക്സാം ബ്ലെസ്സിംഗ് പ്രെയർ, പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കുമുള്ള അനുഗ്രഹ പ്രാർത്ഥന. ഫെബ്രുവരി 18 ഞായറാഴ്ച
നമ്മുടെ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചകളിലും വെച്ച് നടക്കുകയാണ്. ബ്രദർ ഡാമിയൻ എല്ലാ വിദ്യാർത്ഥികൾക്കായും പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള ഒരു ബ്ലെസ്സിംഗ് ടുഡേ ചർച്ചിൽ നിങ്ങളന്ന് ജോയിൻ ചെയ്യുക. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ സമയത്ത് ജനങ്ങളെ സ്പർശിക്കണമേ. തലയുടെ ഈ പുറകിലെ ഭാഗത്ത് പെയിനുള്ള ഒരാളെ കർത്താവ് സൗഖ്യമാക്കുന്നു. പ്രത്യേകിച്ച് രാത്രിയിൽ കിടക്കുമ്പോൾ തല പൊട്ടുന്നത് പോലെ വേദനയുള്ള ഒരാളെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നു. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് സംഭവിക്കട്ടെ. വയറിനകത്ത് ഇൻറ്റസ്റ്റൈനിൽ കുടലിനകത്ത് പ്രയാസമുള്ള ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ് അത് സംഭവിക്കട്ടെ. കിഡ്നികൾ തകരാറുള്ള ചിലരെ കർത്താവ് സൗഖ്യമാക്കുന്നു. താങ്ക് യു ലോർഡ്. സ്ക്രീനിലേക്ക് കൈനീട്ടി പിടിക്കാം. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകൾ ഇപ്പോൾ നടക്കട്ടെ. ഗോവിന്ദ് എന്ന് പറയുന്നൊരു സഹോദരനെ കർത്താവ് തുടങ്ങും. അതുപോലെ തന്നെ രാജീവ് യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. ആലീസ് വിടുതൽ പ്രാപിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. എണ്ണ ഇങ്ങനെ പോർ ഔട്ട് ചെയ്യുന്നത് പോലെ, എണ്ണ ഇങ്ങനെ ഒഴുകുന്നത് പോലെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നു. കട്ടിലിരുന്നു കൊണ്ട് ഒരാൾ ഇത് കാണുന്നു. പക്ഷേ എന്തോ ഒരു ശക്തി വന്നിട്ട് അയാൾ കട്ടിൽ നിന്നും പുറത്തേക്ക് ചാടി ഇറങ്ങി ഓടുന്നത് പോലെ കുതിപ്പിൻ്റെ ഒരു ശക്തി, മാൻപേട കാലുകൾക്കുള്ള കുതിപ്പിൻ്റെ ശക്തി, പേടമാനുകൾ കുതിച്ചോടുന്നത് പോലെ ഓടുവാനുള്ളൊരു ശക്തി ഒരാളുടെ മേൽ വരികയാണ്. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ശക്തി പലരുടെ മേലും വരുന്നു. എഴുന്നേൽക്കാൻ ഉയർപ്പിൻ്റെ ശക്തി, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ശക്തി ചിലരുടെ മേൽ ഇറങ്ങിയാണ്. കർത്താവേ, നീ അങ്ങനെ വലിയ വിടുതലുകൾ അയച്ചതിനായി നന്ദി, യേശുവിൻ്റെ നാമത്തിൽ. അമേൻ, അമേൻ. സ്ക്രീനിലെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. ബ്ലെസ്സിംഗ് ടുഡേയുടെ പാർട്ട്നേഴ്സായി മാറാൻ ആഗ്രഹമുള്ളവർക്ക് റെലവൻ്റ് ആയിട്ടുള്ള നമ്പർ സ്ക്രീനിൽ എടുത്ത് വിളിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ടുമോറോ. ബൈ.